എന്ത് എന്ത് ജോലിയും ചെയ്യും. അതിന് ഞാനെന്ത് വേണം? എച്ചിൽ പാത്രം കഴുകും, നിലം തുടക്കും, വിറക് കീറും, വെള്ളം കോരും. പോരിക്കോ? പട്ടിണി പാവങ്ങളോട് ധാരാളം കരുണ കാണിക്കുന്ന ഒരു കൊച്ചമ്മയാണ് ഇവിടുത്തെ കൊച്ചമ്മയെന്ന് എല്ലാവരും പറഞ്ഞു. ആ പറഞ്ഞ എന്നെ പറ്റി ആയിരിക്കില്ല, തനിക്ക് വീട് മാറിയതാവും. കൊച്ചമ്മേ, ഈ തങ്കപ്പനൊരു പാവാണ് കൊച്ചമ്മേ. കണ്ടിട്ടൊരു കള്ളനെ പോലെ ഉണ്ട്. അയ്യോ, അത് താടി അല്ല, മുടിയല്ല, താടി താടി. താനൊന്ന് പോയാട്ടെ, ഇവിടെ ജോലിക്ക് ഇപ്പൊ ആരെയും വേണ്ട. ആരാ അവിടെ? തന്നോട് പോകാനല്ലേ പറഞ്ഞത്? നമസ്കാരം അമ്മേ. ഇവനാരാ? ഞാനൊരു വേലക്കാരനായിട്ട് വന്നതാണ് അമ്മേ. വേലക്കാരനായിട്ടോ? അപ്പൊ ശരിക്കുള്ള വേലക്കാരനല്ലേ നീ? എന്നാ അടുക്കള ഭാഗത്തേക്ക് വാ. ഏയ്, ഇതിലല്ല, അപ്പുറത്തോടെ വാ. ഊരും പേരും അറിയാത്തന്നെ വീട്ടിൽ കയറ്റരുത്. അത് പറയാ നീ ആരാ? എടാ വായ നിൽക്കാതെ അപ്പുറത്തോട് വാടാ. നന്ദി അമ്മേ, നന്ദി. അങ്ങനെ വരട്ടെ, എനിക്ക് ഈ വീട്ടിൽ വല്ല അധികാരമുണ്ടെന്ന് ഇന്ന് അറിയണം. അതിന് അവൻ പറഞ്ഞില്ല. നിനക്ക് ഈ വീട്ടിൽ അധികാരമില്ല, ഗതികാരമില്ല. അപ്പുറത്തോട്ട് വാടാ. അയ്യോ, ആരോടാൻ? വഴിപോക്കൻ. കറണ്ട് പോയല്ലോ. പവർ കട്ടിന് സമയം മാറിയത് ഓർത്തില്ല. തങ്കപ്പാ, ടാങ്ക് നിറക്കണം. ഞാനോ? പിന്നെ ഞാനോ? അങ്ങ് 2ാം നിലക്കും മേലെയുള്ള ടാങ്ക് ഞാൻ നിറക്കണമെന്നല്ലേ? സംസാരിച്ചെടുക്കാൻ നേരമില്ല. പൈപ്പിൽ ഒരു തുള്ളി വെള്ളമില്ല. വേഗം വേണം. കുടിക്കാൻ കഞ്ഞിവെള്ളം വേണോ ചേട്ടാ? എടാ, കുത്തിരുന്ന് ശമ്പളം വാങ്ങാന്നാണോ നിന്റെ വിചാരം? എടാ തങ്കപ്പാ, ഞങ്ങളുടെ കീറടാ. മനുഷ്യന് ശ്വാസം മുട്ടും, ഇത്തിരി വിശ്രമിക്കട്ടെ. നിനക്ക് വിശ്രമിക്കുന്നത് വല്ല ഊട്ടിയിലെ വല്ലയിടത്ത് പോടാ. എല്ലും മുറുകെ പണിയെടുത്താ പല്ലും മുറുകെ തിന്ന. അതാണ് ഇവിടുത്തെ പ്രമാണം. നിന്റെ എല്ല് തകിട് പൊടിയാലും വെറുതെ ഇരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. കീറടാ. എടാ കീറടാ. ആ, അത് കഴിഞ്ഞ് വെയില് പോണതിന് മുമ്പേ ഇത് മുഴുവൻ അലക്കിടണം. അതും ഞാൻ തന്നെ ചെയ്യണോ? പിന്നെ നിന്റെ മറ്റോനിരിക്കുന്നുണ്ട് ഇവിടെ. കണ്ടവളുടെ വിഴുപ്പലക്കാനാണോ ഈശ്വര നീ എന്നെ CID ആക്കിയത്? എടാ ദാസാ, എന്താ 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 നീ പിറുപിറുക്കണേ? ഒന്നുമില്ലേ? എടാ നീ വെള്ളം നിർത്തില്ലേ? അവനോട് വേറെ ജോലിയുണ്ട് എന്ന് പറഞ്ഞ അടുക്കള വെള്ളമില്ലാതെ ഞാൻ എന്ത് ചെയ്യും? തന്നെത്താൻ കോരിക്കൊള്ളണം. നീ കീറടാ. ഞാൻ നിയമിച്ച വേലക്കാരന്റെ പരിക്ക് ഇവിടെ വേറെ ഒരുത്തി വരണ്ട. ആര് നിയമിച്ചാലും എന്റെ ഭർത്താവ് വേണല്ലോ ഇവർക്കൊക്കെ ശമ്പളം കൊടുക്കാൻ. എന്റെ മകനായതിനു ശേഷം അല്ലേ നിന്റെ ഭർത്താവായത്? ഓ, എടാ തങ്കപ്പ, നിന്നോടാ പറഞ്ഞത്. എടാ നോക്കി നിൽക്കാതെ കീറടാ. എനിക്കൊരു ഉണ്ടാവില്ല. കയ്യും കഴുകി വെട്ടി ഒഴുകാനങ്ങ് വന്നേക്കട്ടെ. ഞാൻ പറയുന്നത് മാത്രം അനുസരിച്ചാ മതി. ടാങ്കിൽ വെള്ളം നിറയ്ക്കാൻ അധികം താമസിക്കണ്ട. കീറിക്കോ കീറിക്കോ. ആരാടോ താൻ? ഞാൻ അവന് ഇവിടുത്തെ പുതിയ വേലക്കാരനാ, തങ്കപ്പൻ. ആ പാടെ ഒരു പിശാചിനെ പോലെ ഉണ്ടല്ലോ. വാതിൽ തുറന്നപ്പോ ഞാനങ്ങ് വേരണ്ടു പോയി. ആഴ്ചക്ക് അശ്രീകരാണെങ്കിലും ഒരുവിധം പണിയൊക്കെ ചെയ്യും. നീ നിലം തുടക്കി തങ്കപ്പ. ഒരുത്തനെ വിശ്വസിക്കാൻ വയ്യാത്ത കാലമാ. വല്ലതും കട്ടോണ്ട് പോയാലോ? എങ്കിലും അവന്റെ അധോഗതിയായിരിക്കും. നീ കക്കൂടാ. എവിടുന്ന് ഈ വഴിക്ക്? മോനെ ഡേക്കറിന്ന് കൊണ്ടുവരാൻ പോയതാ. അന്ന് ശോഭയുടെ വീട്ടിൽ വരാൻ തോന്നിയത് എന്റെ ഭാഗ്യം. ദിവസങ്ങളോളം ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരുന്ന ഭീകരനെ അന്ന് കണ്ടെത്താൻ സാധിച്ചു. പക്ഷെ ഞാൻ കൊണ്ടൊന്ന് കാപ്പി കുടിക്കാതെ പോയത്. അതിനെന്താ, കാപ്പിയേക്കാൾ വലുതല്ലേ കേസ് അന്വേഷണം? തിരക്കില്ലെങ്കിൽ ഇന്ന് അവിടം വരെ ഒന്ന് വരണം. അമ്മ 1-2 തവണ അന്വേഷിച്ചു. തിരക്കാണ്, എങ്കിലും വരാം. പിന്നെ ചിലപ്പോ സമയം കിട്ടിയെന്ന് വരില്ല. ഇരിക്കു കേട്ടോ, ഓടിക്കളയരുത്. ഇപ്പൊ വരാം. CID-യോ?
CID നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഓരോരോ ആവശ്യങ്ങൾക്കായി അങ്ങും ഇങ്ങും അലയുകയായിരുന്നു. അലേണ്ടി വരും. കേതു അല്ലേ? അല്ല, രാമദാസൻ. അതല്ല എന്റെ CID. ഇപ്പൊ കേതുർദേശല്ലേ? അതറിയില്ല. കഷ്ടം. പിന്നെ എങ്ങനെയാ ഫലം അറിയാ? ഫലത്തില് ദോഷങ്ങളുണ്ടെങ്കിൽ നമ്മൾ പ്രതിവിധി ചെയ്യണ്ടേ? ആയില്യക്കാരനിപ്പോ കേതുവായിരിക്കും. മോശം കാല, അലച്ചില് കൂടും. ഒന്നും നോക്കിക്കാറില്ല അല്ലേ? ഇല്ല. ഞാനൊരു 100 വട്ടം എന്റെ മോന്റെ ജാതകം നോക്കിച്ചിട്ടുണ്ടാവും. ഒരു കണിയാനും പറഞ്ഞില്ല 32ാമത്തെ വയസ്സ് ഇങ്ങനെ ഒരു ചതി നടക്കുന്നു. പക്ഷെ ഇത് ചിലപ്പോ പറയാൻ പറ്റില്ലായിരിക്കും ഇല്ലേ? വെറുതെ അങ്ങ് മരിച്ചതല്ലോ, എന്റെ മോനെ കൊന്നതല്ലേ. അമ്മ എന്തൊക്കെയാ ഈ പറയുന്നത്? മോനോടൊരു കാര്യം പറയണമെന്ന് അന്നേ ഞാൻ വിചാരിച്ചതാ. എന്ത് കാര്യം? മോൻ വിചാരിച്ചാൽ നടക്കും. CID ആണല്ലോ. സൂര്യ വെളിച്ചം പോലെ കത്തിക്കൊണ്ടിരുന്ന നിലവിളക്ക പെട്ടെന്ന് അങ്ങ് അണഞ്ഞുപോയി. ഇപ്പതാ നാഥനില്ലാത്ത കുടുംബവും ആയി. ഞാൻ എന്ത് ചെയ്യണമെന്ന് അമ്മ പറഞ്ഞില്ല. എന്റെ മോനെ കൊന്നതാരാണെന്ന് ഒന്ന് കണ്ടുപിടിച്ചു തരണം. വേറൊന്നിനുമല്ല, എന്തിനാ ഈ മഹാഭാവം ചെയ്തതെന്ന് ചോദിക്കാൻ. അല്ലാതെ എന്താ അമ്മേ? ഞാൻ വെറുമൊരു അപരിചിതനാണ്. എങ്കിലും അമ്മയോട് ദേഷ്യം തോന്നരുത്. രാജേട്ടൻ പോയ പിന്നെ അമ്മ ഇതുവരെ നോർമൽ ആയിട്ടില്ല. ഞാൻ അതല്ല ചോദിച്ചത്. മനസ്സിലായി. രാജേട്ടനെ ആരെങ്കിലും കൊന്നതാണോ എന്നല്ലേ? അതെ, അങ്ങനെ പറഞ്ഞു. ശരിയാണ്. ഇൻസ്പെക്ടർ ആയിരുന്നു. ചെക്ക് പോസ്റ്റിൽ വെച്ചാണ് കൊല്ലപ്പെട്ടത്. കഞ്ചാവ് കടത്തുന്നവരുടെ ലോറി തടയാൻ ശ്രമിച്ചതാണത്രേ. ആരാണത് ചെയ്തതെന്ന് തെളിഞ്ഞില്ലേ? തെളിഞ്ഞാലും ഇല്ലെങ്കിലും രാജേട്ടനെ തിരിച്ചു കിട്ടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ കേസിന്റെ പുറകെ പോയില്ല. പോയിരുന്നേല് അമ്മയും വിജിമോനും പട്ടിണി കിടന്നേനെ. അല്ല, ഈ മർഡർ കേസ് ആവുമ്പോ ആർക്കാണ് താല്പര്യം? സർക്കാരിനോ അതോ വക്കീലന്മാർക്കോ? കൊലപാതകമല്ലെന്ന് വരുത്തി തീർക്കാനാണ് സർക്കാർ ശ്രമിച്ചത്, ആനുകൂല്യങ്ങൾക്ക് തടസ്സമുണ്ടാക്കാൻ. വിധവയുടെ അവകാശം എന്ന നിലയിൽ എനിക്കൊരു ജോലി തരപ്പെടുത്തി തരാൻ ആരൊക്കെയോ ശ്രമിച്ചു. പക്ഷേ രാജേട്ടന് 2 വർഷത്തെ സർവീസ് തികയാൻ 2 ദിവസത്തെ കുറവുണ്ടെന്ന് പറഞ്ഞ് സർക്കാർ അത് നിഷേധിച്ചു. അതൊന്നും അങ്ങനെ വിടാൻ പാടില്ലായിരുന്നു. പിന്നെ ഞാൻ ചെന്ന് രാഷ്ട്രീയ നേതാക്കന്മാരുടെ വീട്ടുപടിക്കൽ കാവലിരിക്കണമായിരുന്നു. ഇപ്പോ അഭിമാനമെങ്കിലും നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് സമാധാനിക്കാം. എത്ര കഷ്ടപ്പെട്ടാലും എന്റെ മോനെ ഒരു നല്ല നിലയിലാക്കണമെന്ന പ്രാർത്ഥന എനിക്കുള്ളൂ. ശോഭയുടെ അച്ഛനും അമ്മയൊക്കെ അവരെന്നെ നേരത്തെ എഴുതി തള്ളിയതാണ്. സ്പോർട്സ്മാനായ രാജേട്ടനെ സ്നേഹിച്ചതിന്, വിവാഹം കഴിച്ചതിന്. ഞാനൊരു ക്രിസ്ത്യാനി പെണ്ണായിട്ടാണ് ജനിച്ചതെന്ന് പറയാൻ വിട്ടു. ഇത്രയും പ്രയാസങ്ങൾ ഉള്ളിലൊതുക്കി കഴിയുന്ന ഒരാളാണ് ശോഭ എന്ന് ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. ഞാനൊക്കെ മറക്കാൻ ശ്രമിക്കുകയാണ്. മറന്നേ പറ്റൂ. അമ്മയുടെ വിശ്വാസം വിജിമോന്റെ ജാതകദോഷം കൊണ്ടാ രാജേട്ടൻ മരിച്ചതെന്നാണ്. സത്യത്തിൽ അമ്മയെ ഭയന്നിട്ടാ ഞാൻ ജോലിക്ക് പോകുമ്പോൾ മോനെ ഡേ കെയറിലാക്കുന്നത്. അല്ലാതെ കാശുണ്ടായിട്ടൊന്നുമല്ല. ശോഭയ്ക്ക് വിരോധമില്ലെങ്കിൽ കൂടുതൽ മെച്ചപ്പെട്ട ഒരു ജോലിക്ക് വേണ്ടി ഞാൻ ശ്രമിക്കാം. എന്ത് ജോലി? ഗവൺമെന്റ് സർവീസിൽ തന്നെ. കിട്ടില്ല. അങ്ങനെ പറയരുത്. ഒരു വലിയ സമരമാണ് നമ്മുടെയൊക്കെ ജീവിതം. പൊരുതിയാലേ പിടിച്ചു നിൽക്കാൻ പറ്റൂ. ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ.
ഉറങ്ങിയില്ലേ? അയ്യോ ഇതെന്താ ശബ്ദം ഏതാണ്ട് പോലെ ഇരിക്കുന്നല്ലോ. ജലദോഷം ജലദോഷം. ഇപ്പൊ ശരിയായി. ചേട്ടൻ എങ്ങോട്ട് പോവാ? അറിഞ്ഞിട്ടെന്തിനാ നേരെ ഇത്രയായിട്ട് ഉറങ്ങാത്തത്? വീട്ടുകാര്യങ്ങൾ ഓർത്തോണ്ട് കിടന്നാ ഉറക്കം വരില്ലേ ചേട്ടാ? അപ്പൊ വീട്ടുകാരും ഓർക്കണ്ട, കിടന്നോ. ഞാൻ വീടി വാങ്ങാൻ പോവാ. എന്നിട്ട് ഉടനെ വരുവോ? ഞാൻ വരുവോ വരാതിരിക്കുകയോ ചെയ്യും. വിറക് കീറാൻ ചേട്ടൻ വിഷമിക്കുന്ന കണ്ടപ്പോ എനിക്ക് സങ്കടം വന്നു. പോയി കിടന്ന് ഉറങ്ങാൻ നോക്കൂ കുരിശേ.